ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. ദാരിദ്ര്യം, രോഗം, വൈകല്യങ്ങൾ, വിപരീത സാഹചര്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരോട് ഈശോ പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയ ജോലി, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, ഈശോ പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. വചനം തരുന്നു. ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെ, അപേക്ഷകളിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഒരിക്കൽ കൂടി, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെ, അപേക്ഷകളിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിന് സമർപ്പിക്കുവിൻ. പ്രാർത്ഥന, അപേക്ഷ, കൃതജ്ഞത. പ്രാർത്ഥന, അപേക്ഷ, കൃതജ്ഞത. ഇതിലൂടെ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ചിലവരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല. ആ മക്കളോട് ഈശോ പറയുന്നു, പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക, ദൈവത്തോട് നന്ദി പറയുക. തളർന്നു വീഴുന്നവർക്കും പരാജയപ്പെട്ടവരോടും വചനം പറയുന്നു, ഉത്കണ്ഠ വേണ്ട, ആകുലത വേണ്ട, ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. ആകുലപ്പെട്ട ജീവിതങ്ങളെ ദൈവം, മനസ്സ് തകർന്ന ജീവിതങ്ങളെ ദൈവം അലങ്കരിക്കാൻ കടന്നു വരുന്നു. അലങ്കോലപ്പെട്ട ജീവിതങ്ങളിലേക്ക് ദൈവീകമായിരിക്കുന്ന ദാനവരങ്ങൾ നൽകിക്കൊണ്ട് അവരെ അലങ്കരിക്കാൻ ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരിലേക്ക് ഈശോ കടന്നു വരികയാണ്. മരണഭയമുള്ളവരെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. രോഗഭീതിയിൽ അകപ്പെട്ടവരെ ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. എല്ലാം തകർന്ന് തരിപ്പണമായവരെ ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. പാപശാപ ബന്ധനത്തിൽ മുഴുകിയവരെ ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. വിളിച്ച് ചേർത്ത് പിടിച്ച് ഈശോ പറയുകയാണ്, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു. നിന്നെ ശക്തിപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്, നിന്നെ അനുഗ്രഹിക്കാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എന്നെ സ്നേഹിക്കാൻ, എന്നെ ശക്തിപ്പെടുത്താൻ, കർത്താവ് എന്നെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന ഈശോ പറയുകയാണ്, മോനെ, മോളെ, പ്രിയപ്പെട്ട കുടുംബമേ, പ്രാർത്ഥിക്കുന്ന കുടുംബമേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു ക്രിസ്തുവാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരുന്നത്, പരിഹാരം ചെയ്തു തരുന്നത് യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവർക്ക് മറ്റാരുടെയും മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയില്ല. ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവന് മറ്റാരുടെയും മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയില്ല. സർവശക്തനായ ദൈവം അനുഗ്രഹത്തിൻ്റെ പെരുമഴയുമായി കടന്നു വന്ന് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. അതിന് പ്രാർത്ഥനയോടെ, അപേക്ഷകളിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥിക്കാറുണ്ടോ ഹൃദയം തുറന്ന്? അപേക്ഷിക്കാറുണ്ടോ ചങ്കുപൊട്ടി?
നമ്മെ സ്നേഹിച്ചവരോടും നമ്മെ ദേഷിച്ചവരോടും അവരെ ഓർത്ത് നീ ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? സ്നേഹിച്ച് ദൈവസ്നേഹം പഠിപ്പിച്ചവരില്ലേ? ദേഷ്യപ്പെട്ട് ദൈവസ്നേഹം പഠിപ്പിച്ചവരില്ലേ? അതുകൊണ്ടാണ് വചനം ഓർമ്മപ്പെടുത്തി തന്നത്, പ്രാർത്ഥനയോടെ, അപേക്ഷകളിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നീ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കുക. ഇപ്പം ഇതിനകത്ത് പലരും ചോദിക്കുന്നുണ്ടാകും, എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ? ഞാൻ ശരിയായ മാർഗത്തിലൂടെ അല്ലല്ലോ നടക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ പക്കലേക്ക് കടന്നു വരുമോ? വരുമെന്ന്. നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ മാത്രം അനുഗ്രഹിക്കാൻ, നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന്. സഭയുടെ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നുചെല്ല. ദുശ്ശീലങ്ങളിൽ അകപ്പെട്ടവരെ തകർന്ന ജീവിതമായി പള്ളിയിലേക്കോ ആരാധനയിലേക്കോ ജപമാലയിലേക്കോ കടന്നു വരുവാൻ മനസ്സിന് ഒരു പ്രേരണയും കിട്ടാത്തവരോട് ഇപ്പോൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നോഹ മദ്യപാനിയാണ് എന്നറിഞ്ഞിട്ടും ദൈവം അവനെ സ്നേഹിച്ചു. മദ്യത്തിനും ലഹരികൾക്കും ഒക്കെ അടിമകളായിട്ടുള്ളവരുണ്ടാകാം, അവരെയും ദൈവം സ്നേഹിക്കുന്നു. യാക്കോബ് കള്ളം പറയുമെന്നായിരുന്നിട്ടും ദൈവം അവനെ സ്നേഹിക്കുന്നു. നുണ പറഞ്ഞ്, എല്ലാ കാര്യങ്ങൾ പറഞ്ഞ് എത്ര ജീവിതങ്ങളെ തകർത്തവർ ഒരുപക്ഷേ ഈ വചനം കേൾക്കുന്നവരിൽ ഉണ്ടാകാം. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും സ്നേഹിക്കും. മോശ ഒരു കൊലയാളിയായിരുന്നു എന്നറിഞ്ഞിട്ടും അവനെ നേതാവാക്കി മാറ്റിയില്ലേ? അവനെ സ്നേഹിച്ചില്ലേ? ഒരുപക്ഷെ മാനസിക സംഘർഷങ്ങളുടെ നടുവിൽ, ഏതെങ്കിലും ക്ലേശങ്ങളുടെ നടുവിൽ മാരകമായ തെറ്റുകൾ ചെയ്തവർ ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകും. അവരോടും യേശു പറയുന്നുണ്ട്, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു. യോന അനുസരണക്കേട് കാണിച്ചിട്ടും ദൈവം അവനെ സ്നേഹിച്ചു. മാതാപിതാക്കന്മാർ പറയുന്നതനുസരിക്കാതെ, ഗുരുഭൂതരെ ബഹുമാനിക്കാതെ, സദാചാര ബോധങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർ ഈ വചനം കേൾക്കട്ടെ. യോന അനുസരണക്കേട് കാണിച്ചിട്ടും ദൈവം അവനെ സ്നേഹിച്ചു. സാവൂൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാനായിട്ട് കച്ചിട്ട് വാങ്ങി ഇറങ്ങി പുറപ്പെട്ടിട്ടും ദൈവം അവനെ സ്നേഹിച്ചു. ഒരുപക്ഷെ വചനം വായിക്കുന്നവരെ, ദൈവാലയത്തിൽ പോകുന്നവരെ, ആരാധിക്കാൻ പോകുന്നവരെ കളിയാക്കിയവരും പുച്ഛിച്ചവരൊക്കെ ഉണ്ടാകാം. ഓർക്കുക, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ കച്ചിട്ട് വാങ്ങിയ സാവൂളിനെ ദൈവം സ്നേഹിച്ചു. എന്താണ് മക്കളെ നമ്മോട് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ആരുടെ അടുക്കലേക്ക്? മദ്യപിക്കുന്നവരുടെ അടുക്കലേക്ക്, കള്ളം പറയുന്നവരുടെ അടുക്കലേക്ക്, അനുസരണക്കേട് കാണിക്കുന്നവരുടെ പക്കലേക്ക്, എല്ലാവരെയും നശിപ്പിക്കുവാനായി കച്ചിട്ട് വാങ്ങി ഇറങ്ങി പുറപ്പെട്ടവരിലേക്ക് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭാചരിത്രത്തിൽ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഡാൽബോത്ത്. ദിവസം പുലർന്നു കഴിഞ്ഞാൽ സന്ധ്യയാകുന്നവരെയും, സന്ധ്യയായി കഴിഞ്ഞാൽ പ്രഭാതം വരെയും മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട ഒരു വ്യക്തി ഡാൽബോത്ത്. ജഡമോഹങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കുമായി ജീവിതം വിട്ടുകൊടുത്തവൻ ഡാൽബോത്ത്.
അവൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹമായി കർത്താവ് കടന്നു വരികയാണ്. പ്രകാശമായി ദൈവം കടന്നു വരികയാണ്. അനുഗ്രഹമായി കടന്നു വരികയാണ്. എന്താ അവന് സംഭവിച്ചെന്നറിയാമോ? ആ രാത്രിയിൽ അവൻ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പശ്ചാത്താപത്തോടെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പാപപരിഹാരത്തിന് ജീവിതം ആരംഭിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുകയാണ്. ലോക സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർത്താവ് പ്രേരണ നൽകി. ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ, ഒരു ദൈവസ്നേഹമുള്ള മകനായി ജീവിക്കുവാൻ അനുഗ്രഹം നൽകി. അവനെ വെട്ടിയൊരുക്കി. ആത്മാവിലും ഹൃദയത്തിലും തുളച്ചു കയറിയ പാപത്തിൻ്റെ വിഷമുള്ളുകളെ കുംഭസാരം എന്ന കൂദാശയിലൂടെ, ചികിത്സയിലൂടെ അവൻ്റെ മനം മാറ്റത്തിന് ദൈവം ഇടവരുത്തി. നിങ്ങൾക്കറിയണോ, ഇന്ന് മദ്യപാനികളുടെ ഒരു മധ്യസ്ഥനാണ് വിശുദ്ധനായ ഡാൽബോത്ത്. ഡാൽബോത്ത് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ജീവിതത്തിൻ്റെ തലവര മാറ്റിയത് വചനമാകുന്ന യേശു അവൻ്റെ പക്കലേക്ക് കടന്നു വന്നപ്പോഴാണ്. എൻ്റെ മക്കളെ, സ്വപ്നങ്ങൾ തകർന്നു പോയവർ, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ല, കാര്യങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല, അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരോട്, വ്യക്തികളോട് പൗലോസ്ലീഹ പറയുന്നു, തളരരുത്, കരുത്താർജിക്കുക, ദൈവം നിന്നെയും സ്നേഹിക്കുന്നു. വചനം ഓർമ്മയുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാം വാക്യം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യ ദൃഷ്ടിയിൽ അത് ആശ്ചര്യകരമായി തോന്നും. നീ നിന്റെ വീട്ടിൽ, നീ നിന്റെ നാട്ടിൽ, നിന്റെ സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവനാണോ? കർത്താവ് പറയുന്നു, നിന്നെ മൂലക്കല്ലായി മാറ്റാനായിട്ട് ദൈവം പോകുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ നോക്കിയിട്ടുണ്ട്, ചില കോഴി, ചില മൃഗങ്ങൾ ചെളിയിലോ പൊടിയിലോ വീണ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പക്ഷികൾ, ആ വെള്ളം ദേഹത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൂവലുകൊണ്ട് ഒന്ന് പെടയും. ആ വെള്ളം അങ്ങോട്ട് ചോർന്നു പോകും. ആ മണൽ അങ്ങോട്ട് ശരീരത്തിൽ നിന്ന് മാറും. ഇതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ പക്കലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് കുടയാൻ, ചിലപ്പോൾ ഒരു വചനം ശ്രവിച്ച്, ഒരു തിരുവചനം കേട്ട്, ഒരു നല്ല കുമ്പസാരത്തിലൂടെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ, സൗന്ദര്യമണിയാൻ കർത്താവ് ഇടവരുത്തും. ആത്മധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന്, ആത്മ അഭിമാനത്തോടെ നിവർന്നു നിന്ന്, എനിക്കൊരു ഭാവിയുണ്ടെന്നും എനിക്കൊരു നല്ല കാലമുണ്ടെന്നും വിശ്വസിക്കാൻ ഈ വചനം നമ്മെ ശക്തിപ്പെടുത്തും. ചരിത്രത്തിലേക്കൊന്ന് കടന്നുപോയാലോ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസൻ ചർച്ചിലാണ് തൻ്റെ കുട്ടിക്കാലത്ത് പിതാവ് വിളിച്ചിരുന്ന പേരറിയാമോ? വിഡ്ഢി എന്ന് വിളിച്ച് കളിയാക്കിയവനാണ് വിൻസൻ ചർച്ചിൽ. എന്നാൽ ആ ലേബല് പൊളിച്ചു മാറ്റിയില്ലേ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായപ്പോൾ? ആൽബർട്ട് ഐൻസ്റ്റൈനെ കുട്ടികളും അധ്യാപകരും കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് മരമണ്ടൻ, മണ്ടൻ, പൊട്ടൻ. ആ ലേബില് പൊളിച്ചു മാറ്റി അത്ഭുതങ്ങളുടെ പിതാവായി മാറിയില്ലേ? ദൈവം കൊടുത്ത കഴിവിൻ്റെ, ബുദ്ധിയുടെ 5% ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ. വിശുദ്ധനായ ജോൺ പോൾ 23-ാം ജോൺ പോൾ പാപ്പ കുട്ടിക്കാലത്ത് പല വർഷങ്ങളായി ഒരു ജോഡി
വസ്ത്രവും ഒരു ഷൂവും കൊണ്ട് ജീവിച്ചവനാണ്. ദാരിദ്ര്യം അനുഗ്രഹമായി മാറ്റിയത് കണ്ടോ? 10 പിയൂസ് കുട്ടിക്കാലത്ത് വിശപ്പടക്കിയിരുന്നത് സഹപാഠികൾ കൊടുത്തിരുന്ന ഭക്ഷണം കൊണ്ടായിരുന്നു. വിശപ്പ് ദൈവകൃപയുടെ ഉറവയായി മാറിയത് കണ്ടോ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബാല്യകാലം ദുരിതപൂർണമായിരുന്നു. പാറമടയിൽ ജോലി ചെയ്തു. അധ്വാനം ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും നാൾവഴികളായി മാറിയത് കണ്ടില്ലേ? എന്താണ് നമ്മൾ കേട്ടത്? നമ്മെ കളിയാക്കിയവരും നമ്മെ അവഗണിച്ചവർ പരിഗണിക്കുന്നൊരു കാലം ദൈവം ഒരുക്കുന്നുണ്ട്. നിന്റെ ദാരിദ്ര്യം ഒരു സമ്പത്തായി തീരുന്നൊരു കാലം കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ വിശപ്പ് ദൈവം ലഹരിയായി മാറുന്നൊരു കാലം കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ അധ്വാനം ആരാധനയായി മാറുന്നൊരു കാലം ദൈവം കാണുന്നുണ്ട്. ഈശോ നമ്മോട് പറയുകയാണ്, അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ മക്കളെ എന്ന്. ലൂക്കയുടെ സുവിശേഷം 21 അധ്യായം 34 വാക്യം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്താണ് വചനം നമ്മോട് പറഞ്ഞു തരുന്നത്? 3 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടി അകലണം, നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സ് വയ്ക്കണം. ഏതൊക്കെ? സുഖലോലുപത, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നവർ. ഭക്ഷിക്കണം, ഉറങ്ങണം, സെക്സ് ചെയ്യണം, സുഖമായി ജീവിക്കണം. സുഖലോലുപത. മദ്യാസക്തി, ജീവിത വ്യഗ്രത. എനിക്കൊരു ഭാവിയില്ല, എനിക്കൊരു ഉയർച്ച ഉണ്ടാകില്ല, ഞാൻ എന്തിനു ജീവിക്കണം, മരിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നത് ജീവിത വ്യഗ്രത. അങ്ങനെ മനസ്സ് ദുർബലമാകാണ്. മനസ്സാണ് നമ്മെ നയിക്കുന്നത്. മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ശരീരം ഒരു കഴുതയെ പോലെയായി തീരും. അതുകൊണ്ട് മനസ്സിൻ്റെ ശക്തി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? വചനത്തിലൂടെയാണ് മനസ്സിന് ശക്തി കിട്ടുന്നത്. ഒരു കുടുംബം എങ്ങനെയാണ് വളരുന്നത്? വചനം ശ്രവിച്ചാണ് വളരുന്നത്. ഗൂദാശകൾ സ്വീകരിച്ചാണ് വളരുന്നത്. ഇത് തകർക്കാനാണ് പൈശാചിക ശക്തികൾ, പിശാച് നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നത്. ആകുലത വേണ്ട, ദുഃഖങ്ങൾ വേണ്ട. ദൈവം നിന്നെയും സ്നേഹിക്കുന്നു, ദൈവം എന്നെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പക്കലേക്ക് കടന്നു വരുമ്പോൾ അതിനെ തകർത്ത് കളയുന്ന 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്ന്. എന്നിട്ട് ഈശോ നമ്മോട് ഓരോരുത്തരും പറയുന്ന ഒരു മനോഹരമായിരിക്കുന്ന വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 16 വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ മനസ്സ് തുറന്നു പറയുകയാണ്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരണം. ഫലശൂന്യത അല്ല, ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികൾ. ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായാൽ മാത്രം പോരാ, അത് നിലനിൽക്കണം.
അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സർവ്വ മക്കളോടുമായിട്ട് കർത്താവ് പറയുകയാണ്, ആകുലപ്പെടേണ്ട, വ്യസനിക്കേണ്ട. നിന്റെ ഏത് ജീവിത അവസ്ഥയിലും എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ സാധിക്കും, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവ് ഓരോ ഭവനങ്ങളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ഇപ്പോൾ കടന്നു വരികയാണ്. നിന്റെ എന്ത് കുറവുമായിക്കൊള്ളട്ടെ, എന്ത് പോരായ്മകളുമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്ന് പ്രസ്ഫുരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ശക്തിയാൽ, ആ കരുണയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ വചനത്തിന് വിധേയമാകുക. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞൊരു വ്യക്തിയായിരിക്കും നീ. വീട്ടുകാരും നാട്ടുകാരും സമൂഹവും എന്തൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞാലും ദൈവമായ കർത്താവ് പറയുന്നു, ആകുലപ്പെടേണ്ട, ഭയപ്പെടേണ്ട, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഫലം പുറപ്പെടുവിച്ച് അനേകം മക്കളെ ദൈവരാജ്യത്തിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ നിന്നെയാണ്